നടരാജ് പരശുറാം കൂടി ചേരുന്നുണ്ട്. നടരാജ്, അവിടെ എങ്ങനെയാണ് പരിശോധന, എവിടെയൊക്കെയാണ്? ധന്യ, തൃശ്ശൂരിൽ പാലിയേക്കരയ്ക്ക് സമീപമുള്ള ബാഡ് ബോയ് മോട്ടോർ വേൾഡ് എന്നുള്ള സ്ഥാപനത്തിലാണ് പരിശോധന നടക്കുന്നത്. ഇത് കാറുകളുടെ ആൾട്രേഷൻ നടത്തുന്ന, കാറുകൾക്ക് രൂപമാറ്റമൊക്കെ തന്നെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്ന് കാറിന്റെ ആൾട്രേഷനൊക്കെ നടത്തി പോകുന്നൊരു സ്ഥാപനം. ദേശീയപാതയ്ക്ക് സമീപത്തുള്ള സ്ഥാപനത്ത് പാലിയേക്കരയിലാണ് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ പരിശോധന നടന്നത്. പരിശോധന ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട് എന്ന് പറയാം. നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ കൊണ്ടുവരുന്ന വാഹനങ്ങളെ ആൾട്ടർ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങിയ പരിശോധനയുടെ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഇവർ സംശയിക്കുന്ന, കസ്റ്റംസ് സംശയിക്കുന്ന ആളുകൾ ആരെങ്കിലും ഇത്തരത്തിൽ വാഹനങ്ങൾ ഇവിടെ ആൾട്രേഷന് കൊണ്ടുവന്ന വാഹനങ്ങൾ എന്തെങ്കിലും അവിടെയുണ്ടോ, ചട്ടം ലംഘിച്ച് ഏതെങ്കിലും ആൾട്രേഷൻ നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് നടന്നത്, അതിൻ്റെ രേഖകൾ, വിവരങ്ങൾ, മറ്റു കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഉദ്യോഗസ്ഥർ വന്നത്. ഇത് സംബന്ധിച്ചൊരു പ്രതികരണമൊന്നും തന്നെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടില്ല. 1 മണിക്കൂറിലേറെയായി അവിടെയുള്ള ജീവനക്കാരുമായും ഉടമസ്ഥരുമായും ഒക്കെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദ്യവും മറ്റും നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഇത്തരം പരിശോധനകൾ നടക്കുകയാണ്. 30 ഇടങ്ങളിലധികമായി ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. തൃശ്ശൂരിൽ പാലിയേക്കരയിൽ ബാഡ് ബോയ് മോട്ടോർ വേൾഡ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന ഇത്തരത്തിൽ നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൾട്രേഷന് വളരെയധികം പേരുകേട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ്. നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഇവിടെ വന്ന് കാറിന്റെ ആൾട്രേഷനും മറ്റും നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റംസിന്റെ ലിസ്റ്റിലുള്ള, കസ്റ്റംസ് പരിശോധിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ വാഹനങ്ങളിൽ നടത്തിയ ആൾട്രേഷൻ സംബന്ധിച്ച വിവരങ്ങളാണ് ഇവർ ചോദിച്ചറിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നും പ്രമുഖ വ്യവസായികൾ ആരെല്ലാം ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എന്തെല്ലാം ആൾട്രേഷൻ നടത്തിയിട്ടുണ്ട്, നേരത്തെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നു എന്ന് കരുതപ്പെടുന്ന അത്തരം ഏതെങ്കിലും വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കും. ഇവര് ഡയറക്റ്റ് ആയിട്ടാണോ ഇത് വാഹനം എടുക്കുന്നത്, ഇല്ലെങ്കിൽ ഓണേഴ്സ് അവിടെ ഏൽപ്പിക്കുന്നതാണോ ഓൾട്രേഷന് വേണ്ടി? സാധാരണ ഓണേഴ്സ് എത്തി അവിടെ ആൾട്രേഷൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇവരുടെ രീതി. ആൾട്രേഷൻ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളത് കുറച്ച് കാലമായി തന്നെ ഇവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അയൽ ജില്ലകളിൽ നിന്നും പോലും, അതായത് എറണാകുളം, കോട്ടയം ആ ഭാഗത്തുനിന്നും പാലക്കാട് ഭാഗത്തുനിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ തന്നെ ഇവിടെ നിരവധി കസ്റ്റമേഴ്സ് എത്താറുണ്ട്. അതുകൊണ്ട് ഇവരെ ഇപ്പോൾ സംശയത്തിന്റെ വലയിൽ നിർത്തി ഇവരുടെ ഗാരേജിൽ അത്രയധികം വാഹനങ്ങൾ ഉണ്ടെന്നാണോ? അവിടെ നിരവധി വാഹനങ്ങളിൽ ഇത്തരത്തിൽ വർക്ക് നടക്കാറുണ്ട്. അതൊരു ശ്രദ്ധേയമായ ഒരു സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അത്തരത്തിലുള്ള സ്ഥാപനത്തിൽ അതിന്റെ ദൃശ്യങ്ങളിൽ പോലും നമുക്ക് പുറത്ത് ഒരുപാട് വാഹനങ്ങൾ കിടക്കുന്നതും മറ്റും കാണാം. അവിടെ അത്തരത്തിലൊന്നുള്ളൊരു പരിശോധനയാണ് നടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോയമ്പത്തൂരിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ അത്തരത്തിൽ ആൾട്രേഷന് ഈ കടയെ ആശ്രയിച്ച ആളുകൾ വരാറുണ്ട്. അവിടെ നിന്നാണ് കസ്റ്റംസ് വിവരങ്ങൾ ചോദിച്ചറിയുന്നത്. ശരി.